ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവർക്കും S7 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ME401 ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 1-ൽ ഡിസൈൻ ഓഫ് വെൽഡിംഗ് ആൻഡ് റിവറ്റഡ് ജോയിൻസിലെ പ്രോബ്ലം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ റിവറ്റിൻ്റെ ബേസിക് ടെർമിനോളജിയും അതിൽ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതിലേതൊക്കെ ടൈപ്പ് ജോയിൻ്റ് ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. അപ്പം ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസിനെ പറ്റി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പം പറയുന്നത് ലാബ് ജോയിൻറ്റിനെ പറ്റിയാണ്. ലാബ് ജോയിൻറ്റിൻ്റെ ഒരു ഡിസൈനാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിസൈൻ എ ഡബിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ് ടു കണക്ട് ടു പ്ലേറ്റ്സ് ഈച്ച് 22 millimeter thick. The allowable stress for rivets and plates are 90 megapascal in tension, 60 megapascal in shear and 150 megapascal in crushing. സോ നമ്മുടെ ഗിവൺ ഡേറ്റയിൽ ആ തന്നിരിക്കുന്ന സ്ട്രെസ് വാല്യൂ എല്ലാം നമ്മൾ എടുത്തെഴുതുന്നു. ശേഷം നമുക്കൊരു അത്യാവശ്യ കാര്യമാണ് ഫിഗർ എന്നുള്ള കാര്യം. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എങ്ങനെ ഏതൊക്കെ ടൈപ്പ് ജോയിൻ്റ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് രീതിയിലാണ് ഈ റിവറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫിഗർ നമുക്ക് ഫിഗർ ഒരിക്കലും ക്വസ്റ്റ്യൻ തരത്തില്ല. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് നമ്മളാണ് ഫിഗർ വരയ്ക്കുന്നത്, എന്നിട്ടാണ് നമ്മളാണ് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. സോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഫിഗർ. ലാബ് ജോയിന്റ് ഓവർലാപ്പ് ആയിട്ട് വരുന്ന പ്ലേറ്റ്, ഡബിൾ റിവറ്റ് ആയതുകൊണ്ട് 2 റിവറ്റുകൾ. ഓക്കെ, അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് മുന്നോട്ടോ അല്ലെങ്കിൽ പുറകിലോട്ടോ കുറച്ച് റിവറ്റ് കൂടെ വേണമെങ്കിലും വരയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെ റിവറ്റ് വരച്ചതിന് ശേഷം പിച്ച് കൺസിഡർ ചെയ്യണം. പിച്ച് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് പിച്ച്, അഡ്ജസന്റ് റിവറ്റുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു പിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് സെക്ഷൻ 1 സെക്ഷൻ 2 സെക്ഷൻ ആക്കി തിരിച്ചു. അപ്പോൾ അതിൽ ആദ്യത്തെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ പിച്ചിനകത്ത്, ഈ ഒരു പിച്ച് ഡിസ്റ്റൻസിനകത്ത് ഒരു ഫുൾ റിവറ്റിന്റെ പകുതി ഭാഗങ്ങൾ മാത്രമേ ഈ ഒരു പറയുന്ന ടെൻഷൻ ഫോഴ്സോ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിനോ വിധേയമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 1/2 എന്ന് എഴുതിയിരിക്കുന്നത് 1. അതുപോലെ തന്നെയാണ് അടുത്തത് സെക്ഷൻ 2 കൺസിഡർ ചെയ്യുമ്പോഴും അതുപോലെയാണ്. പിച്ചിനകത്തെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലാതെ മൊത്തത്തിൽ ഒരു റിവറ്റിന്റെ കാര്യമല്ല. ഇൻ കേസ് ഇവിടെ സിക്സാഗ് റിവറ്റിംഗ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് ഈ പിച്ചിനകത്ത് ഒരു റിവറ്റും കൂടെ വന്നേനെ. അപ്പം ഈ ഒരു റിവറ്റ് ഈ പിച്ചിനകത്താണ്. അപ്പൊ 1/2 + 1 എന്നും കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നു. പക്ഷെ ഈ കേസിൽ സിക്സാഗ് റിവറ്റ് അല്ല, ചെയിൻ റിവറ്റിംഗ് ആണിത്. അതുകൊണ്ടാണ് 1/2 + 1/2 മാത്രം ഉള്ളത്. അത് ഇത് തന്നെയാണ് സെക്ഷൻ 2-ലും വരുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് റിവറ്റ് സബ്ജക്ട് ടു സിംഗിൾ ഷിയർ N1 എന്ന് പറഞ്ഞാൽ ഈ 1 + 1 2. ഡബിൾ ഷിയർ ഇവിടെ ഇല്ല, കാരണം ലാബ് ജോയിന്റിൽ ഡബിൾ ഷിയർ ഇല്ല, സിംഗിൾ ഷിയർ മാത്രമേ ഉള്ളൂ. ബഡ് ജോയിന്റിലാണ് ഡബിൾ ഷിയർ വരുന്നത്, അതുപോലെ ബഡ് ജോയിന്റിൽ സിംഗിൾ ഷിയർ ഇല്ല. സോ ലാബ് ജോയിന്റിൽ സിംഗിൾ ഷിയർ ഉണ്ട് 1 + 1 2, ഡബിൾ ഷിയർ ഇല്ല N2 0. ബഡ് ജോയിന്റ് ആകുമ്പോൾ സിംഗിൾ ഷിയർ ഇല്ല N1 0, അതിൽ ഡബിൾ ഷിയർ ആണുള്ളത്. ഇതേ സെയിം പ്രൊസീജിയർ വഴിയാണ് കണ്ടുപിടിക്കുന്നതും. N2-ന് അവിടെ ഒരു വില കിട്ടും ബഡ് ജോയിന്റിൽ. ഓക്കെ, ശേഷം നമ്മുടെ ബേസിക് പ്രൊസീജിയർ ആണ്. ആദ്യം ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ, അതിന് ഡയമീറ്റർ D = 6.07 × √T. തിക്നെസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. തന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഡേറ്റാ ബുക്ക് പേജ് 81-ൽ ഇക്വേഷൻ 5.1-ന്റെ D കേട്ടോ. പേജ് 81, ഡേറ്റാ ബുക്ക് പേജ് 81-ഉം ഇക്വേഷൻ 5.1-ന്റെ D-യുമാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത്. സോ പിന്നെ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനാണ് പോകുന്നത്. സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ 84-ൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പിച്ച് ഓഫ് റിവറ്റഡ് ജോയിന്റ് P = ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡേറ്റാ ബുക്കിലുള്ളതാണ്. ഡേറ്റാ ബുക്ക് പേജ് 81-ൽ ഇക്വേഷൻ 5.12-ന്റെ A റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിച്ച് ഓഫ് റിവറ്റഡ് ജോയിന്റ് നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കുക, ഇക്വേഷൻ നോക്കുക, അതിൽ N1-ന്റെ വിലയുണ്ട്, N2-ന്റെ വിലയുണ്ട്. സോ ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ഇക്വേഷൻസ് എല്ലാം വരുന്നത്. N1 N2 വിലകൾ ആ ഒരു ടേം മേജർ ആയിട്ട് മിക്കവാറുമുള്ള എല്ലാ ഇക്വേഷനിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് N1 N2 കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. N1 N2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫിഗർ വരച്ചിട്ട്. അപ്പോൾ ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണമെങ്കിൽ റിവറ്റിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം അറിയണം.
എങ്ങനെ ടൈപ്പ് റിവറ്റുകളൊക്കെ ഉണ്ട്, അത് ഏതൊക്കെ ടൈപ്പ് രീതിയിലാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞെങ്കിൽ മാത്രമേ N1 N2 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എങ്കിലേ അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, സോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിച്ച് ഓഫ് റിവറ്റഡ് ജോയിന്റ് ആവും. ഇനി അടുത്തത് നമുക്കുള്ളത് ഒരു പിച്ചും കൂടെ ഉണ്ട്. പിച്ച് K1T + 41 മില്ലിമീറ്റർ എന്നാണ്. അതായത് ഇക്വേഷൻ 5.12B പേജ് 81. ഇതിൽ K1 ഒരു വില കണ്ടുപിടിക്കാനുണ്ട്. K1 ഒരു ഫാക്ടറാണ്. അതിന് ടേബിൾ 5.4a റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് K1 വില കിട്ടും. അതിവിടെ ആ K1 വില കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ N1 വില വെച്ചിട്ടാണ്. കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് പിച്ചിന്റെ വില വെച്ചിട്ടാണ് K1 വില അവിടുന്ന് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഈ കേസ് ആയിട്ടാണ് N1 പറഞ്ഞത്. ഇപ്പൊ ബഡ് ജോയിന്റ് ആണെങ്കിൽ N2 കറസ്പോണ്ടിങ് ആയിട്ട് K1 വരും. ലാബ് ജോയിന്റ് ആണെങ്കിൽ N1 കറസ്പോണ്ടിങ് ആയിട്ട് K1 വില കണ്ടുപിടിക്കണം. സോ ഈ പിച്ചുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ സ്മോളർ പിച്ച് ഏതാണോ ആ ഇതാണ് നമ്മൾ പിച്ച് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ശേഷം ട്രാൻസ്വേഴ്സ് പിച്ച്, അതിന്റെ ഇക്വേഷൻ 2.25D, ഇക്വേഷൻ പേജ് 82 5.13 A. സോ അവിടെ നമുക്ക് അത് ഡയറക്റ്റ് കിട്ടും. ശേഷം മാർജിൻ ഓഫ് പിച്ച് പേജ് നമ്പർ 83 ഇക്വേഷൻ 5.16 1.5 × D എന്നുള്ള ഇക്വേഷൻ. സോ ഇതെല്ലാം നമുക്ക് ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. അതിനുശേഷമാണ് എഫിഷ്യൻസി വരുന്നത്. ഈ ഇക്വേഷനും ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. പേജ് 81 5.9 E P - D/P. P എന്ന് പറഞ്ഞാൽ പിച്ചാണ്. ആ പിച്ചാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. 2 പിച്ച് കണ്ടുപിടിച്ചതിൽ അതിൽ സ്മോളർ വാല്യൂ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ശേഷം റിവറ്റ് എഫിഷ്യൻസി ഉണ്ടോ, അവിടെയും N1 N2 വാല്യൂ വേണം. സോ ആ N2 ഇവിടെ ഇല്ല, 0 ആണ്. N1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, റിവറ്റ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നു. അതിന് ശേഷമുള്ളത് നമ്മുടെ ക്രഷിംഗ് എഫിഷ്യൻസിയാണ്. അതിന് മറ്റൊരു ഇക്വേഷന് നമുക്ക് ഡേറ്റാ ബുക്കിലുണ്ട്. ഇപ്പൊ ലാബ് ജോയിന്റ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. T1/Ti/T എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഡേറ്റാ ബുക്കിൽ ഉള്ളതാണ്. അത് വെച്ച് ചെയ്യാം നമുക്ക്. അപ്പം ക്രഷിംഗ് സ്ട്രെസ്സും ഒക്കെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇൻ കേസ് നമുക്ക് ക്രഷിംഗ് സ്ട്രെസ് തന്നില്ലെങ്കിൽ നമുക്ക് ഈ ക്രഷിംഗ് എഫിഷ്യൻസി σc = PS/P എന്നുള്ള ഒരു ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുണ്ട്. അതിൽ PS-ഉം P-യും 2 ടേമായിട്ട് കിടക്കുന്നത്, ഇതുപോലെ റേഷ്യോ ആയിട്ട് കിടപ്പില്ല. അപ്പൊ P സെപ്പറേറ്റ് കണ്ടുപിടിച്ച് അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രഷിംഗ് എഫിഷ്യൻസി കിട്ടും. ഓക്കെ, അതല്ല എങ്കിൽ നമുക്ക് ഈ ഒരു രീതി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അപ്പൊ ലാബ് ജോയിന്റിന് Ti/T എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇതിൽ നമ്മൾ ഈ ജോയിന്റിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് ഏറ്റവും കൂടിയ വാല്യൂ എടുക്കുകയല്ല ചെയ്യുന്നത്. സാധാരണ പ്രോബ്ലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടിയ വാല്യൂ ആണ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു റിവറ്റിന്റെ ഡിസൈനിൽ നമ്മൾ എഫിഷ്യൻസി ഏറ്റവും കുറഞ്ഞ എഫിഷ്യൻസി ക്രഷിംഗിലാണോ, റിവറ്റ് എഫിഷ്യൻസി ആണോ, അതോ പ്ലേറ്റ് എഫിഷ്യൻസി ആണോ എന്ന് നോക്കുക. അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് നമ്മുടെ ജോയിന്റ് എഫിഷ്യൻസി. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇതിൽ ട്രിപ്പിൾ റിവറ്റഡ് 6 ആഗാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ റിവറ്റഡ് 6 ആഗ് ലാബ് ജോയിന്റ്. അപ്പൊ നമുക്ക് ട്രിപ്പിൾ റിവറ്റഡ് ആയതുകൊണ്ട് 3 റിവറ്റുകൾ, ലാബ് ജോയിന്റ് ആയതുകൊണ്ട് പ്ലേറ്റുകളുടെ അറേഞ്ച്മെന്റ് ഇങ്ങനെ. ശേഷം നമ്മുടെ ടോപ്പ് വ്യൂവിന്റെ ഫിഗർ വരുമ്പോൾ 3 റിവറ്റുകൾ, അതിൽ ഒരെണ്ണം 6 ആഗാണ്, 6 ആഗ് ടൈപ്പാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ വന്നത് റിവറ്റ്. സോ പിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാ പിച്ച് എടുക്കുന്നത്? പിച്ച് എന്ന് പറഞ്ഞാൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. ഈ ഒരു റിവറ്റ് ഇതിന്റെ സെന്റർ ടു ഡിസ്റ്റൻസ് ആണ് പിച്ച്. അതായത് ഇത്രയും ഭാഗം വരും. അപ്പൊ ഈ ഭാഗത്തില് ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ ഒരു ഫുൾ റിവറ്റ് വരുന്നത്. അപ്പൊ ½ + 1 എന്നുള്ളതാണ് ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് റിവറ്റ്. ഇതിൽ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം കൺസിഡർ ചെയ്യാൻ നമുക്കില്ല. ഇപ്പൊ സെക്ഷൻ 1 നമ്മൾ ഇൻ കേസ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിവറ്റ് മാത്രം കൺസിഡർ ചെയ്ത് ഇതിനെ സെക്ഷൻ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം ഇവിടുന്ന് ഇത്രയും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് ഈ ഒരു ഫുൾ റിവറ്റ് അവിടെ വരും അല്ലേ. ഇങ്ങനെയാണ് പിച്ച് എടുക്കുന്നതെങ്കിലും ആ പിച്ചിനകത്തല്ലേ ഈ റിവറ്റ് വരുന്നത്. അപ്പൊ ഇതും ഫുള്ളായിട്ട് എടുക്കണം. അപ്പം ഇവിടെ സെക്ഷൻ ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിച്ചാണ് കൺസിഡർ ചെയ്യേണ്ടത്. അത് മാത്രം ആലോചിച്ചാൽ മതി. പിച്ച് കൺസിഡർ ചെയ്യുക. അതിന് പിച്ച് എന്തുവാണെന്ന് അറിയണം. റിവറ്റിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, 2 അടുത്തടുത്തുള്ള റിവറ്റുകളുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് പിച്ച്. അപ്പോ ഈ ഒരു പിച്ചിനകത്ത് ഇതിന്റെ ഹാഫ് പോർഷൻ, ഇതിന്റെ ഹാഫ് പോർഷൻ, പക്ഷെ ഇതിന്റെ ഒരു ഫുൾ പോർഷൻ ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ ½ + 1 2 എന്നാണ് വരുന്നത്. അതുപോലെ അടുത്ത ഇത് വരുമ്പോഴും എങ്ങനെ വരും? അടുത്ത ഇതിന്റെ ഫുള്ളും കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അങ്ങനെയാണ് ½ + ½. പിന്നെ അടുത്ത ഇത് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ½ + ½ + 1 ശേഷം ഈ ½ + ഈ ½. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. ½ + ½ ആ ഫുൾ റിവറ്റിന്റേത് 1 പ്ലസ് അടുത്ത ½ + ½.
അങ്ങനെയാണ് ഈ 3 ഇവിടെ വരുന്നത്. ഓക്കെ, ശേഷം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ പ്രൊസീജിയറുകൾ ഡയമീറ്റർ റിവറ്റ് ഹോളിന്റെ ഇക്വേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, പിച്ച്, ശേഷം നമ്മൾ പിച്ച് അടുത്ത ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നു. ഇതിൽ സ്മോളർ പിച്ച് ഏതാണോ അത് പിച്ച് ഓഫ് റിവറ്റ് ആക്കി എടുക്കുന്നു. അതിനുശേഷവും നമ്മുടെ ട്രാൻസ്വേഴ്സ് പിച്ചിന്റെ ഇക്വേഷൻ, ഇതെല്ലാം ഡേറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. അതിനുശേഷം മാർജിൻ, ശേഷം നമ്മുടെ എഫിഷ്യൻസി ഓഫ് ക്രഷിങ്, അതുപോലെ എഫിഷ്യൻസി ഓഫ് റിവറ്റ് ഇൻ ടിയറിംഗ് അല്ലെ പ്ലേറ്റ് എഫിഷ്യൻസി, ശേഷം എഫിഷ്യൻസി ഓഫ് റിവറ്റ് ഇൻ ഷിയർ. ഇതിൽ ഏറ്റവും ചെറുത് നമുക്ക് ഈ 69.92 ആണ് കിട്ടുന്നത്. ഇത് 78.5, 69.2, 69.2 ഇത് രണ്ടില് സെയിം എഫിഷ്യൻസി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഫിഷ്യൻസി ഓഫ് ജോയിന്റ് ഈസ് ഈക്വൽ ടു 69.92 എന്നങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ബഡ് ജോയിന്റിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലിപ്പം സബ്ജക്ട് ടു ടെൻസൈൽ ഫോഴ്സ് കണക്റ്റഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് ഡബിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് 6 ആയ പാറ്റേൺ. ഡബിൾ റിവറ്റഡ്, ഇതിൽ നമ്മൾ ടോട്ടൽ റിവറ്റൽ എടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നാം ഇത് 1, 2, 3, 4 1, 2, 3, 4 റിവറ്റ്സ് ആർ ദയർ. സോ ഇറ്റ് വിൽ ബി എ ക്വാഡ്രബിൾ ബഡ് ജോയിന്റ് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല എടുക്കുന്നത്. ബഡ് ജോയിന്റിന്റെ കേസിൽ ലാബ് ജോയിന്റിൽ 2 പ്ലേറ്റുകൾ ഓവർലാപ്പ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു പ്ലേറ്റ്, അതുപോലെ ഇതിനടിയിലാണ് അടുത്ത പ്ലേറ്റ്. അപ്പം ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരെണ്ണമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ റിവറ്റഡ്, അതുപോലെ ഇത് 2 റിവറ്റ് ഇട്ട് കണക്ട് ചെയ്താൽ ഡബിൾ റിവറ്റ്, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ബഡ് ജോയിന്റ് കേസ് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ 2 പ്ലേറ്റുകൾ ഇതുപോലെ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്ലേറ്റിൽ മാത്രം റിവറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുമോ? ഇല്ല. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ല. കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. സോ ഇവിടെയും കൂടെ ഒരു റിവറ്റ് വേണം അല്ലേ? അപ്പം രണ്ടിടത്തും ഓരോ റിവറ്റുകളേ ഉള്ളൂ. അപ്പോൾ അത് സിംഗിൾ റിവറ്റ്. രണ്ടിടത്തും 2 റിവറ്റ് വീതം ഉണ്ടെങ്കിൽ അത് ഡബിൾ റിവറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡബിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് 6 ആകുന്ന. അപ്പോൾ സ്ട്രാപ്പ് പ്ലേറ്റ് ഡബിൾ ആണ്, അതായത് 2 സ്ട്രാപ്പ് പ്ലേറ്റുകൾ വേണം. പിന്നെ അതുപോലെ 6 ആകുന്ന പറഞ്ഞതുകൊണ്ട് നമുക്ക് ടോപ്പ് വ്യൂവിൽ ഇതുപോലെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു പ്ലേറ്റ്, ഇത് അടുത്ത പ്ലേറ്റ് ആണ്. ഓക്കെ, ഇതൊരു പ്ലേറ്റും ഇത് രണ്ടാമത്തെ പ്ലേറ്റുമാണ്. സോ ഈ പ്ലേറ്റിൽ പിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കുക, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, ആ പിച്ചിനകത്താണ് ഈ ഫുൾ റിവറ്റ് വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ഹാഫ് പ്ലസ് ഇതിന്റെ ഫുള്ള്, അങ്ങനെയാണ് അതിന്റെ N2ന്റെ വിലയാണ് ഇവിടെ വരുന്നത്. നോക്കുക, N2, N1 ഇല്ല, ഞാൻ പറഞ്ഞിരുന്നു ബഡ് ജോയിന്റ് വരുമ്പോൾ സിംഗിൾ ഷിയർ ഇല്ല, ഡബിൾ ഷിയറേ ഉള്ളൂ. സോ N2 ഹാഫ് പ്ലസ് 1 2 എന്ന് വരും. പിന്നെ ഈ ഒരു കേസിൽ നമുക്ക് തിക്നെസ് തന്നിട്ടില്ല. സോ പകരം വിഡ്ത്ത് ഓഫ് പ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ആണിത്, W - 2D × T + സിഗ്മ T = P എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, P നമുക്ക് എത്രയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 250 kN. ഓക്കെ, അപ്പോഴ് അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അവിടുന്നാണ് നമ്മൾ T കണ്ടുപിടിച്ചത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും, അതിൽ നിന്ന് നമ്മൾ T കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. Tക്ക് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ആ ഒരു വിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും വരത്തില്ല, കാരണം ഓരോ വിലകൾ പലരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് സമയം പോവുകയാണ്. അപ്പം ഈസി ആയിട്ടുള്ളൊരു ഇക്വേഷൻ ക്വാഡ്രാറ്റിക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഇക്വേഷൻ ആണ് വരിക. ഇവിടെ നമുക്ക് അങ്ങനെയല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മെത്തേഡ് വന്നത്. അപ്പോൾ ബാക്കി സ്റ്റെപ്പുകൾ സെയിം ആണ്. ശേഷം റിവറ്റ് ഡയമീറ്റർ, പിച്ച് നമ്മൾ ഫാക്ടർ വെച്ച് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് സ്മോളർ പിച്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ട്രാൻസ്വേഴ്സ് പിച്ച്, ശേഷം തിക്നെസ് ഓഫ് പ്ലേറ്റ്. ഇവിടെ തിക്നെസ് ഓഫ് പ്ലേറ്റ് എന്നൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ ബഡ് ജോയിന്റിൽ. TA = T0 എന്ന് പറഞ്ഞാൽ 0.625 × T തിക്നെസ് കൊണ്ട് ചെയ്യുമ്പോൾ. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ 3 എഫിഷ്യൻസികൾ കണ്ടുപിടിക്കുന്നത്. അതിൽ ഏറ്റവും കുറഞ്ഞ എഫിഷ്യൻസി ഏതാണോ, ഇവിടെ ഇപ്പോൾ 66.8 ആണ് കുറഞ്ഞ എഫിഷ്യൻസി. സോ ജോയിന്റ് എഫിഷ്യൻസി = 66.8% എന്നുള്ളതാണ് നമ്മുടെ ജോയിന്റ് എഫിഷ്യൻസി. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഒരു ഓവറോൾ വ്യൂവിലാണ് നോക്കിയത്. അതായത് റിവറ്റ് ജോയിന്റിന്റെ ഡിസൈൻ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പൊ ആദ്യം നമ്മൾ ഒരു നോക്കുക, ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റിന്റെ പ്രോബ്ലം ആണ് നോക്കിയത്. അതിനുശേഷം നമ്മൾ നോക്കുക ട്രിപ്പിൾ റിവറ്റഡ് 6 ആഗിന്റെ പ്രോബ്ലം നോക്കി. അതിന്റെ ഫിഗർ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെ പിച്ച് കൺസിഡർ ചെയ്യുന്നു. ആ പിച്ചിനകത്ത്
ഈ ഒരു ഹാഫ് പോർഷൻ. അതായത് പിച്ച് എന്ന് പറഞ്ഞാൽ സെന്റർ, റിവറ്റിന്റെ ഈ സെന്റർ മുതൽ ഈ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം ഈ ഒരു പകുതി ഭാഗം മാത്രമേ അതിന് ഫോഴ്സിന് വിധേയമാകുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഹാഫ് പോർഷൻ വരുന്നത്. പക്ഷെ ഇതിൽ ഫുൾ പോർഷൻ വരും, അതുകൊണ്ട് അത് 1 ആയിട്ട് എടുക്കും. അതുപോലെ ഈ റിവറ്റിന്റെ ഹാഫ് പോർഷനേ ഉള്ളൂ. അപ്പോൾ ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഫിഗർ വരയ്ക്കാൻ അറിയണമെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ജോയിന്റും ടൈപ്പ് ഓഫ് റിവറ്റിനെയൊക്കെ പറ്റി നല്ലപോലെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ. ശേഷം നമ്മൾ ബഡ് ജോയിന്റിന്റെ ഒരു പ്രോബ്ലവും കണ്ടു. അപ്പം ഇത്രയും പ്രോബ്ലംസ് ആണ് ബേസിക് ആയിട്ട് റിവറ്റിൽ വരുന്നത്. അതിന് ശേഷം വരുന്നത് മറ്റു രീതിയിലുള്ള പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. അപ്പം ഇപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം, നമ്മൾ ഇന്ന് നോക്കിയ ഈ 3 ടൈപ്പ് പ്രോബ്ലവും എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ്.